കോഴിക്കോട് മുക്കം കാരശ്ശേരിയിൽ സ്കൂൾ സമയ നിയന്ത്രണം ലംഘിച്ച ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ടിപ്പർ ലോറി ഡ്രൈവർമാർ ലംഘിച്ചത്. ലോറികൾ തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഡ്രൈവർമാർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, ശരിക്കും അവർക്കുള്ള നിർദ്ദേശം തന്നെയാണ്. എനിക്കറിയാം, എൻ്റെ അച്ഛനൊരു ടിപ്പർ ലോറി ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ സ്കൂൾ തുറക്കുന്ന സമയത്തും വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തും, ഈ രണ്ട് സമയക്രമത്തും സ്കൂളിന് മുമ്പേ നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ്. നിലവിൽ എവിടെയാണ് ഇത്തരത്തിലൊരു നിയമലംഘനം നടന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്യാമിലി, കോഴിക്കോട് ജില്ലയിലെ മുക്കം കാരശ്ശേരി പ്രദേശത്താണ് ഇത്തരത്തിൽ സ്കൂൾ സമയത്തെ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് ടിപ്പർ ലോറികൾ മരണപ്പാച്ചിൽ നടത്തിയിട്ടുള്ളത്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസമാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ടിപ്പറുകൾ നിരത്തിലിറങ്ങുകയും അതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം രാവിലെ 8:30 മുതൽ 10 വരെയും അതോടൊപ്പം തന്നെ വൈകിട്ട് 3:30 മുതൽ 5 മണി വരെയും, അതായത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോവുകയും തിരികെ വീട്ടിൽ പോകുകയും ചെയ്യുന്ന ആ സമയങ്ങളിൽ ടിപ്പർ ലോറികൾ നിരത്തിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു കർശനമായിട്ടുള്ള നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം പാലിക്കാതെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങിയിട്ടുള്ളത്. ആ ടിപ്പർ ലോറികൾ തടഞ്ഞുകൊണ്ടും അവരെ സമയക്രമത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ സമാന രീതിയിൽ തന്നെ ആ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായും തന്നെ അവ തടയുമെന്നും കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധിച്ച ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസിനും ഈ പ്രതിഷേധക്കാർ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു നിയമലംഘനത്തിൽ നടപടി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമാന രീതിയിൽ തന്നെ ഈ നിയമലംഘനം തുടർന്നാൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരി ബെൻസൺ. അപ്പോൾ ടിപ്പർ ലോറി തൊഴിലാളികളൊന്ന് ആലോചിക്കണം. ജൂൺ 1 സ്കൂളുകളൊക്കെ തുറന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചു പോരുക തന്നെ വേണം. ഈ സമയത്ത്, സ്കൂൾ സമയത്ത് വാഹനം നിരത്തിലിറക്കരുത്.